നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പതിഞ്ഞ മനോഹരമായ ഒരു കഥകളി പദത്തിലൂടെയാണ് പുതിയ നിയമം എന്ന ചിത്രം അതിൻ്റെ കഥാതന്തുവിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾക്കൊരു ആകാംക്ഷയുണ്ടായിരുന്നു, ആരാണ് ഇത്ര മനോഹരമായി ആ കഥകളി പദം പാടിയിട്ടുണ്ടാവുക. ആ അന്വേഷണം ചെന്നെത്തുന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കണ്ടെത്തലിലേക്കാണ്. നമ്മൾ തന്നെ ഒരു കാലത്ത് വീടകങ്ങളിലിരുന്ന് സംഗീത സദസ്സുകളിൽ നിന്ന് സ്നേഹത്തോടെ വോട്ട് ചെയ്ത് വിജയത്തിലേക്ക് എത്തിച്ച ഒരു പ്രിയ ഗായകൻ, നമ്മുടെ എല്ലാം വീടുകളിലെ ഒരു സ്വന്തം കുട്ടി. അതുമാത്രമല്ല, ഈ കലാകാരന് മറ്റൊരു മാറ്റേറിയ പ്രത്യേകത കൂടിയുണ്ട്. മലയാളത്തിൻ്റെ സംഗീത വഴികളിൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വേറിട്ട വഴികളിലൂടെ പാട്ടിൻ്റെ പാലാഴി തീർത്ത ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അരുമ ശിഷ്യൻ. കൂടുതൽ സസ്പെൻസിനൊന്നും വഴിവെക്കുന്നില്ല. മിഥുൻ ജയരാജ് എന്ന നമ്മുടെ സ്വന്തം മിഥുനാണ് ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ വിശേഷങ്ങളുമായി കൂട്ടുചേരുന്നത്. മിഥുൻ, ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരു സെലിബ്രിറ്റി എന്നതിലപ്പുറം ഒരുപാട് സ്നേഹത്തോടെ ഒരു അനിയനെ പോലെ കാണുന്ന ഒരു കുട്ടിയായതുകൊണ്ടായിരിക്കും ഒരു ഇൻട്രോ പറയാനൊക്കെ ചെറിയൊരു എന്താ പറയാന്നറിയില്ല. എന്തായാലും പക്ഷേ ഇല്ല, അത് ചെറിയ ഫോർമാലിറ്റിയാണ്. എന്തായാലും നമുക്ക് എവിടുന്ന് തുടങ്ങാം? പുതിയ നിയമം എന്ന ഒരു സസ്പെൻസ് ത്രില്ലർ മൂവി. സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വളരെ ഇങ്ങനെ ഇത്തരം ഒരു തുടക്കം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു അറ്റംപ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിച്ച് തന്നെ തുടങ്ങാൻ തോന്നുന്നു അല്ലേ? പിന്നീട് സ്വാമികളെക്കുറിച്ചും സ്വാമികളോടുള്ള അടുപ്പത്തെക്കുറിച്ചും അങ്ങനെ കുറേ യാദൃശ്ചികതകളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഗോപിചേട്ടന് ഞാൻ പാടുന്ന ഒരു മൂന്നാമത്തെ സോങ് ആണിത്. ആദ്യം എനിക്ക് സലാല മൊബൈൽസിലാണ് ഒരു ചാൻസ് തന്നത്. പിന്നെ ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഉറുമ്പുകൾ ഉറങ്ങാറില്ലൊരു സോള് തന്നു. അതിന് കാരണക്കാരൻ നമ്മുടെ രാഹുൽ രാജ് സാറാണ്. അപ്പം സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എടാ ഗോപിയുടെ അടുത്ത് പോകണം, ഇപ്പം ഒരു സോങ് ഉണ്ട്, ചെല്ലു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആണ് ആ ഉറുമ്പുകൾ പാടുന്നത്. പാട്ട് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒരു 2 വരി മൂളിയിട്ടങ്ങ് പോയാലോ? അത് ഒരു പെപ്പി സോങ് ആണ്, കള്ളൻ കള്ളൻ കള്ളൻ, ആ ഒരു അങ്ങനെ ഒരു സോങ്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് കർണനിലെ കുറച്ച് എന്താ പറയുക, കുറച്ച് റീ റെക്കോർഡ്, അതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങി പൃഥ്വിരാജിൻ്റെ കർണൻ്റെ. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു ഏത് കർണൻ? രണ്ട് കർണനുള്ളത് കൊണ്ട്. അപ്പം അതിലും കുറച്ച് അതെ. അപ്പൊ അതിന്റെ പോർഷൻസ് ഒക്കെ ഞങ്ങളൊരു 3-4 പേര് ഫ്രണ്ട്സ് കൂടിയിട്ട് ഗോപിചേട്ടൻ വിളിച്ചു. അപ്പൊ അങ്ങനെ പോയി അത് പാടി. അതിനുശേഷമാണ് പുതിയ നിയമം. അത് പറഞ്ഞു, ഇങ്ങനെ ഏതെങ്കിലും ഒരു കഥകളിപ്പദം ഒരു 4 വരി അപ്പം എഴുതിയെടുത്തിട്ട് പോയി. അപ്പം പറഞ്ഞു എന്താണോ പാടേണ്ടത് അത് കൃത്യമായിട്ട് പുള്ളി പാടി വെച്ചു. എന്നിട്ട് ഇത് ഡിറ്റോ അങ്ങനെ പാടി തന്നാൽ മതി. അത് ശരി, ഓക്കെ. അപ്പം ഈ ഏത് പദം എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സ് ആയിരുന്നു അതോ പദത്തിന്റെ വരികൾ മാത്രം? അതിപ്പം അതായത് ഇന്നതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ് കഥ, ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ, ഒരു ഇതിനെന്താ പറയാ, ഒരു നിരാശ്രയത്വം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെയുള്ളൊരു അവസ്ഥ, അങ്ങനെ അത് കാണിക്കുന്ന ഒരു കഥകളിപ്പദം. ഈ ഒന്നുകിൽ ദ്രൗപദി വസ്ത്രാക്ഷേപോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതിൽ ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു 4 വരി എടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ദുര്യോധന പദത്തിലെ ഒരു പദം. അപ്പോൾ അത് ആ ലിറിക്സ് മാത്രം അതെടുത്തിട്ട് ട്യൂൺ ഗോപിചേട്ടൻ്റെ, എന്നിട്ട് അത് പാടി 2-3 പ്രാവശ്യം പാടി. ഓക്കെ. അതൊരു പക്ഷെ നേരത്തെ നിങ്ങളുടെ പരിചയത്തിലും ഏതെങ്കിലും സമയത്തോ ഇങ്ങനെ മിഥുൻ എന്ന സിംഗറിൽ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ വിന്നർ എന്നതിലപ്പുറം കുറച്ച് ഡീപ്പായിട്ട് മ്യൂസിക്കിനെ അറിയുന്ന ഒരാളുണ്ട് എന്നുള്ള റിയലൈസേഷൻ ആയിരിക്കുമോ ഗോപിയെ അത് മിഥുനിലേക്ക് തരാൻ? എനിക്ക് തോന്നുന്നു ഗോപിചേട്ടൻ ആദ്യം എൻ്റെ ഇത് കേട്ടത് ഒരു സാവര എന്ന് പറഞ്ഞിട്ടൊരു കവാലി ചെയ്തിരുന്നു നസ്രത് സാറിന്. മൈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ഒരു ആർട്ടിസ്റ്റ് ഓഫ് ദി മന്ത് എന്ന് പറഞ്ഞിട്ട് അവർ ഫീച്ചർ ചെയ്തിരുന്നു. അപ്പം അത് കേട്ടിട്ടാണ് ഗോപിചേട്ടൻ ഫസ്റ്റ് സലാല മൊബൈൽസ് തരണേ, ഈ മൊഹബത്തിന്. അതെങ്ങനെ ആക്സിഡന്റലി കേൾക്കുന്നതാണോ അതോ നമ്മുടെ ഭാഗത്തു നിന്നൊരു? ആക്ച്വലി ഞാൻ ഗോപിചേട്ടൻ അവിടെ മൈ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്താണ് ഇത് പാടിയിട്ട് വിടുന്നത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സിംഗർ ഉണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്, രഞ്ജിത്ത് മേലെപ്പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് നമ്മുടെ പേർഷ്യക്കാരൻ്റെ ഒക്കെ 3-ാം നാൾ ഞായറാഴ്ച ഒക്കെ രഞ്ജിത്തിൻ്റെ. അപ്പോൾ രഞ്ജിത്തേട്ടനാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ ഇങ്ങനൊരു
സിംഗർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടിട്ടാണ് ഫസ്റ്റ് സലാല മൊബൈൽസ്. അപ്പോൾ അതിലൊരു കുറച്ചൊരു സാവര എന്ന് പറയുമ്പോൾ സാവരെ തൊര ബിന ജിയാ ജയന, അങ്ങനൊരു കുറച്ച് സീരിയസ്ലി ഹെവിയാണ് ആ സോങ്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും, അതിൻ്റെ ഒരു ഓർമ്മയിലായിരിക്കും ഗോപിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഥുൻ എന്നൊരാൾ പാട്ട് വഴിയിലേക്കാണെന്നുള്ളതിന് ശരിക്കും ഡെസ്റ്റിനി തന്നെയാണ് കൺസ്പയർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് സമയത്ത് ഒരു മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് തരും അല്ലേ, അങ്ങനെ നമുക്ക് അതിനെ ചിന്തിക്കാം. പിന്നെ അത് ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും നമുക്ക് അങ്ങനെ തോന്നില്ലേ, ഒരാളെടുത്ത് നമ്മൾ എത്താനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഓരോന്നിലും എനിക്കുണ്ട്. എൻ്റെ ലൈഫിൽ ഓരോ ഇൻസിഡൻറ്റും, അതിപ്പം നമ്മളിപ്പോൾ ഒന്നുകിൽ ദൈവം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിധി എന്ന് പറയാം, എന്ത് പറഞ്ഞാലും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഓരോ ഇൻസിഡൻസിനും അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നമ്മൾ ചിന്തിക്കാത്തൊരു വഴിയിലേക്കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ മ്യൂസിക്കിനോടുള്ള ഇത്രയും ഒരു വളരെ വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് മിഥുനെ അങ്ങനെ തന്നെ വേണം പറയാൻ തോന്നുന്നു. അറിഞ്ഞ കാലം മുതൽ മിഥുനിലെ മ്യൂസിക് എന്ന് പറയുന്നത് മിഥുന് കുട്ടിക്കളിയല്ല. കാരണം മിഥുന്റെ ഒരു പ്രായത്തിലുള്ള ഒരാൾ, നമ്മൾ ഈ ഒരു പ്രായത്തിലല്ല, അതിൽ മുന്നേയും കുറച്ചും കൂടി മുന്നേ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ തൊട്ടാണെങ്കിലും മിഥുന്റെ മ്യൂസിക് ടേസ്റ്റുകളും എല്ലാം വളരെ ക്ലോസ് ടു മ്യൂസിക് ആണ്. മറ്റ് തലങ്ങളിലേക്ക് പോയി വേണമെങ്കിൽ മിഥുന് കുറച്ചുകൂടി, എനിക്ക് തോന്നുന്നു ഇപ്പം ഇരിക്കുന്ന മിഥുനേക്കാൾ കുറച്ചുകൂടി എക്സ്പോഷറും കുറച്ചുകൂടി മറ്റ് തലങ്ങളിലേക്കൊക്കെ എത്താമായിരുന്നിരിക്കും മറ്റൊരു വേ എടുത്തിരുന്നെങ്കിൽ. അത് പക്ഷെ ഒരിക്കലും തയ്യാറാവാതെ ഞാൻ ഈ ഒരു പ്യുവർ ആയിട്ടുള്ള മ്യൂസിക്കിലൂടെ തന്നെ എത്തിപ്പിടിക്കും എന്നൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് മിഥുനുണ്ടായിരുന്നു. സ്ട്രഗിൾ ചെയ്തൊരു പീരിയഡിലും അതുണ്ടായിരുന്നു. ആൻഡ് ഹിയർ യു ആർ. ഇപ്പം അത് യു ആർ ഗെറ്റിംഗ് പെയ്ഡ് ഓഫ് അല്ലെ സ്ലോലി. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്, എങ്ങനെയാണ് അല്ലെങ്കിൽ തുടക്കം മുതൽ ഇങ്ങനത്തെ ഒരു ടേൺ എടുക്കുന്നത്, ഒരു പക്ഷേ സ്വാമിയെ പരിചയപ്പെടുന്നത്, അത്തരം കാര്യങ്ങളിലേക്കൊന്ന്? എൻ്റെ ജീവിതത്തിൽ സാപ്പാസ ശ്രുതി ചേർത്ത് പാടുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരവാദി എൻ്റെ ഗുരുനാഥൻ മാത്രമാണ്. കാരണം അതല്ലാണ്ട് വേറെ ഒന്നുമില്ല എനിക്ക്. ആ ബ്ലെസ്സിങ്സ് മാത്രമേ ഉള്ളൂ. അത് എവിടെയെങ്കിലും എത്തുമെങ്കിൽ എത്തിയില്ലെങ്കിലും അത് എത്തിയില്ലെങ്കിൽ എൻ്റെ ഒരു ശ്രമത്തിൻ്റെ കുറവായിരിക്കും. എത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നീ തന്നെ ഉழைച്ചിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ട് വരുന്ന വളർച്ചയ്ക്ക് നിലനിൽപ്പുള്ളൂ. അപ്പം ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ബാക്കി വളരെ വലിയ എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് സ്വാമിയിലേക്ക് എത്തുന്നത്? കാരണം സ്വാമി അത്ര പെട്ടെന്ന് മുട്ടിയാൽ തുറക്കുന്ന ഒരു വാതിലല്ല. അതിന് ഒരു വ്യക്തിനോടാണ് നന്ദി. ഒരു വ്യക്തി, പക്ഷെ അതും ഈ കോയിൻസിഡൻസ് ഉണ്ട് അതിനകത്തും. ഒരു 5 വയസ്സ് മുതൽ മൂകാംബികയിൽ ദാസാറിൻ്റെ ബർത്ത്ഡേക്ക് പോയിരുന്നു, ജാൻ 10th. അതിപ്പം എല്ലാവർക്കും അറിയാം, ആ ദിവസം അദ്ദേഹം അവിടെ ഉണ്ടാവും. അപ്പം അന്ന് മുതലൊരു 7ാം ക്ലാസ് പഠിക്കുന്ന വരെ എല്ലാ വർഷവും പോവായിരുന്നു. അപ്പം ആ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സഹദേവൻ ബഹാദൂർ മരിച്ചു പോണത്. ആ സമയത്ത് മൂകാംബികയിൽ അമ്മ ഇരിക്കുമ്പോൾ അടുത്തൊരു പ്രമോദ് എന്ന് പറഞ്ഞിട്ട് വടകരയുള്ള ആൾ മരിച്ചുപോയി ഇപ്പോൾ. അപ്പം ആള് പറഞ്ഞു ഇങ്ങനെ ചെന്നൈയിലാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഗുരുനാഥൻ മരിച്ചിട്ടാണ് ഉള്ളത്, ആരടുത്ത് പഠിപ്പിക്കും എന്നറിയില്ല. അപ്പോൾ പറഞ്ഞു ദക്ഷിണാമൂർത്തിനെ അറിയാം എന്ന് പുള്ളി പറഞ്ഞു. ശരി. അപ്പോൾ സത്യത്തിൽ ഈ പുള്ളിക്ക് ദക്ഷിണാമൂർത്തി സ്വാമിനെ അറിയില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ നമ്മൾ ചിന്തിക്കാത്ത വഴികൾ ഒരിക്കലും ഞാൻ ചിന്തിക്കണില്ല. പുള്ളിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി പറയണത് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യണം തോന്നി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്നാണ്. ഇതിപ്പോ സിനിമയിലാണെങ്കിൽ നമ്മൾ പറയും ഓ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. അപ്പോൾ പുള്ളി എന്നിട്ട് 2 മാസം സ്വാമിയുടെ പുറകെ നടന്നു. അതായത് ഇപ്പോൾ സ്വാമി ഇവിടുന്ന് ട്രെയിനിൽ കയറുകയാണെങ്കിൽ AC-യിൽ കയറുകയാണെങ്കിൽ പുള്ളി ജനറലിൽ കയറും. അപ്പോൾ ഇവിടെ കയറുമ്പോഴും പുള്ളീനെ കാണും, അവിടെ ഇറങ്ങുമ്പോഴും പുള്ളീനെ കാണും. അതൊരു 2 മാസം നോൺ സ്റ്റോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നല്ല നടന്നു. എൻ്റെ ഒരു അനിയനാണ് പാട്ട് അപ്പോഴും അദ്ദേഹം എൻ്റെ പാട്ട് കേട്ടിട്ടില്ല കേട്ടോ. അതൊരു എന്തുകൊണ്ടോ പുള്ളി അങ്ങനെ ചെയ്യണം തോന്നി എന്ന് അത് പറഞ്ഞു. പിന്നെ അങ്ങനെ വരൂ നോക്കട്ടെ, കൊള്ളില്ലെങ്കിൽ പറഞ്ഞേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് പാടി കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പഠിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം 1.5 വർഷം ചെന്നൈ പോയി പഠിച്ചു. പിന്നെ തലശ്ശേരി വന്ന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ആ സമയത്ത് സ്വാമി ഇത്രയും വലിയൊരു മാഗ്നാനിമസ് ആണ്, അങ്ങനെ അത് ആ റിയലൈസേഷൻ ഉണ്ടായിരുന്നോ? എന്താ പറയുക, നല്ല വിവരമുള്ള കാലാണോ? അങ്ങനെയാണെങ്കിൽ ഒരു എനിക്ക് പക്ഷെ അന്ന് ഇന്ന് പോണ വരെ ഞാൻ കണ്ണിൽ നോക്കി സംസാരിച്ചിട്ടില്ല. അത് ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര പേടി. പൊതുവെ എങ്ങനെയാണ് സ്വാമി ആസ് എ പേഴ്സൺ?
കാരണം സ്വാമിയുടെ അന്ത്യനാള് വരയ്ക്കും വളരെ അടുത്ത് അല്ലേ? ആസ് എ പേഴ്സൺ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഒരു മനുഷ്യനാവണം എന്ന് പറഞ്ഞത് കണ്ടിട്ടുള്ളതും ആവാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു എന്ത് കാര്യത്തിലാണെങ്കിലും ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണെങ്കിലും എങ്ങനെ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇപ്പം ഒരു റെക്കോർഡിങ് നടക്കുകയാണെങ്കിൽ ആ റെക്കോർഡിങ്ങിൽ ആർട്ടിസ്റ്റുകൾക്കുള്ള അതല്ലാണ്ട് ഒരു രൂപയുടെ പാഴ്ചല പോലും ഇപ്പൊ കൂടെ ഒരാളുണ്ട് അസിസ്റ്റന്റിന്, ഇപ്പം അങ്ങനെ ഒരു അസിസ്റ്റന്റിന് ഒരു ചായ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നീ ഇതിൽ വർക്ക് ചെയ്യണ്ടെങ്കിൽ നിനക്ക് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ലൈഫ് ലോങ് ചെയ്തു വന്ന ഒരു മൊത്തത്തിൽ എങ്ങനെ ആവണം ഒരു മനുഷ്യന് ഒരുപാട് സമ്പാദിച്ചിട്ടില്ല, എല്ലാം മരണം വരെ അത്രയും അനായാസമായിരുന്നു. അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു കാര്യമാണ്. അനായാസന് പോവുക എന്നുള്ളത് ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ പറ്റിയത് അതിലും വലിയ ഭാഗ്യം. അങ്ങനെ അതുപോലെ ഒരുപാട് ഓരോ കഷ്ടപ്പാടുള്ള ഓരോ സമയത്തും ഓരോരുത്തരായിട്ട് എനിക്ക് സഹായത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് ഉണ്ണിമേനോൻ സാറാ. അതുപോലെ ഈ സിനിമയിൽ ഒന്നും പാടാത്തൊരു സമയത്ത് വിളിച്ചിട്ട് US ഒരു അഭിലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, പുള്ളി വിളിച്ചിട്ട് ഒരു ആൽബം ഉണ്ട് നീ പാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് യൂട്യൂബിൽ ഒരു 1.5 ലക്ഷം 2 ലക്ഷം വ്യൂവർഷിപ്പ് കഴിഞ്ഞു ഒരു ആൽബം. അതും ഈ പുള്ളിക്ക് എന്നെ അറിയില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. പുള്ളി എന്നെ വിളിച്ചിട്ട് പാടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഫിലിമൊക്കെ ഇതൊക്കെ വരണം, ഈ പടങ്ങളൊക്കെ പാടുന്നത്. പക്ഷെ പുള്ളിക്ക് ഒരു കാര്യമില്ലല്ലോ ഈ പറഞ്ഞ പോലെ എങ്ങനെ തീർച്ചയായിട്ടും ഓരോ നിമിത്തമാണ് അത്. പിന്നെ സഹായിച്ചിട്ടുള്ള രാജാമണി സാറ് ഉദയൻ എന്ന് പറഞ്ഞിട്ട് സിംഗറുണ്ട്. ഉദയേട്ടൻ പറഞ്ഞു ഒരു റിയാലിറ്റി ഷോയിൽ സാറിന്റെ ജഡ്ജായിരുന്നു കുറച്ചു കാലം. അപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു സാറിന്. കുറേ കാലം പിന്നെ വിളിച്ചില്ല, അങ്ങോട്ട് വിളിച്ച് ചാൻസ് ഭയങ്കര ചമ്മലാണ്, അപ്പോൾ ചോദിച്ചില്ല. അപ്പോൾ ഉദയേട്ടൻ പറഞ്ഞു ഞാൻ രാജാമണി സാർ ഇവിടെ വന്നിട്ടുണ്ട്, സാറിൻ്റെ അടുത്ത് പോകും. ഉദയേട്ടൻ ഞാനും വരട്ടെ, സാറിനെ കുറേ ആയി കണ്ടിട്ട്. വായോ എന്ന് പറഞ്ഞു. ഞാനും ആടാ നീ എന്താ ചെയ്യണപ്പോൾ? ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ചെറിയ പ്രോഗ്രാമിങ്ങുകളൊക്കെ. എന്നാൽ നാളെ രാവിലെ 9 മണിക്ക് ഷാർപ്പ് ഇവിടെ എത്തിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സാറിന് പ്രോഗ്രാം ചെയ്യാനൊന്നും അറിയില്ല, ഞാൻ അത്ര വലിയ പ്രോഗ്രാമർ അല്ല, എനിക്ക് കോഡ്സ് എഴുതാൻ അറിയില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. 200 പേജിൻ്റെ ഒരു നോട്ട്ബുക്ക് ഒരു പെന്നും കൊണ്ടുവന്നാൽ മതി. സാറ് കൊണ്ടുവന്നു. ഫസ്റ്റ് ഇങ്ങനെ ഇത് വരച്ച് എഴുതി തന്നു. ആദ്യത്തെ ഒരു സോങ്ങിന്റെ കംപ്ലീറ്റ് നൊട്ടേഷൻ, ഇങ്ങനെയാണ് സോങ്ങിന് നൊട്ടേഷൻ എഴുതുക, ഇങ്ങനെയാണ് എഴുതുക, ഇങ്ങനെ ഓർക്കസ്ട്രേഷൻ വരുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്നത് വരും, ഇങ്ങനെ കോഡ് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അങ്ങനെ ഒരു ഭയങ്കര ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറിനൊരു പടം വന്നപ്പോഴത്തേനും ലോഹം വന്നപ്പോഴത്തേക്കും സാറ് പറഞ്ഞു റീ റെക്കോർഡിങ് ചെയ്യണത് നോക്ക്, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്ക്, അത് കണ്ടു പഠിക്കുക, എന്താണ് ചെയ്യുന്നത് നോക്ക്, എങ്ങനെയാ റീ റെക്കോർഡിങ്, എങ്ങനെയാ റീൽ മാർക്ക് ചെയ്യണോ, എങ്ങനെ ചെയ്യുന്നു, എവിടെ വേണം എവിടെ വേണ്ട, അത് എന്നിട്ട് അടുത്ത പടത്തിന് സാർ പറഞ്ഞു പ്രോഗ്രാമിന് ഇരുന്നോളാൻ. അതൊരു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ പ്രോഗ്രാമറാണ്. എനിക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ശരിക്കും പ്രോഗ്രാമിങ്. സിംഗിങ് ആണ് ഏറ്റവും കൂടുതൽ പാഷൻ. പക്ഷെ നമുക്ക് വീട്ടിൽ വണ്ടി ഓടണമെങ്കിൽ അരി വാങ്ങണമെങ്കിൽ വേറെ ഇതായിട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് പ്രോഗ്രാമിങ് പഠിച്ചത്. ഒരു ആസ് എ സേഫ് എന്താ പറയാ സേഫ് സൈഡ്. അപ്പോൾ അങ്ങനെ ഒരു സാറിൻ്റെ കൂടെ ഒരു 3 പടം വരുന്നു, റീ റെക്കോർഡിങ് വർക്ക് ചെയ്തു. അപ്പം അതുപോലെ തന്നെ രാഹുൽ രാജ് സാറും കോഹിനൂറിലിരുത്തി വർക്ക് ചെയ്യിച്ചു. ഓഡിയോ എഡിറ്റിംഗ് സെഷൻ. പിന്നെ അതിലൊരു ദേവദൂതർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അത് പ്രോഗ്രാം ചെയ്യുക, എന്നിട്ട് പാടിച്ച്. അങ്ങനെ ഓരോരുത്തരാണെങ്കിലും പീപ്പിൾ ഹാവ് ബീൻ കൈൻഡ് ടു മീ. ഇപ്പൊ ഇത്രയും ഹമ്പിളായിട്ട് പ്രോഗ്രാമിംഗ് പഠിച്ചു, അവരിൽ നിന്ന് പഠിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇതേ മിഥുൻ നല്ല ഭംഗിയായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാറുണ്ട്. അതിനെ കുറിച്ചും കൂടി പറയണം അല്ലേ? സാധനാജി, ഹരിഹരൻ അവരൊക്കെ പാടി, ശങ്കർ സാർ പാടിയിട്ടുണ്ട്, ജാനകി അമ്മ പാടിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വളരെ സ്വാഭാവികമായിട്ട്. ഞങ്ങൾക്ക് നാട്ടിൽ ചെറിയൊരു ബേക്കറി യൂണിറ്റ് ഉണ്ട്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് കടകളിൽ കൊടുക്കണ മാതിരി. ഷീൻ ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് കണ്ണൂർ. പുള്ളി സായിയുടെ ഭയങ്കര ഡിവോട്ടിയാണ്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു മിഥു നമുക്കൊരു CD ചെയ്യണം.
അറിയാലോ കണ്ണൂര് ആ ഒരു ഭാഷ. CD ഹിന്ദിയിൽ ചെയ്യാം. ശരി, നമുക്ക് എന്നിട്ട് മഞ്ജരിനെ കൊണ്ടൊക്കെ പാടിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ശരി, ഞാൻ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ശരിയാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ JP എന്ന് പറഞ്ഞിട്ട് ജയപ്രകാശ് നാരായൺ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ ഉണ്ട് ഇവിടെ തൃപ്പൂണിത്തുറ. പുള്ളി ഹിന്ദിയിൽ ലിറിക്സ് ഒക്കെ എഴുതി തന്നു. എന്നിട്ട് ഒരു ആദ്യം ചെയ്ത് സായേ ചരണമേ ശരണ കിയ ഇങ്ങനൊരു പാട്ടാണ് ആദ്യം ചെയ്തത്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചും കൂടെ നോർത്തിലല്ലേ, എന്നാൽ നമുക്ക് ഹരിജീനെ നോക്കാതാണ്. ഹരിജി ആ സമയത്ത് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഭാഗ്യം കിട്ടിയത് ശങ്കർ സാറിൻ്റെ കൂടെ. ശങ്കർ സാർ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഏറ്റവും അധികം സന്തോഷമായിട്ട് തോന്നിയത് സുരേഷ് വാഡ്കർ സാറിൻ്റെ കൂടെ ഒരു 3 പാട്ട്. കാരണം നമ്മുടെ ഇവിടെ അത്രയും അദ്ദേഹം അറിയപ്പെടുന്നത് പ്യാരിയേ ജാനേ അത് പാടിയ സിംഗറായിട്ടാണ് ശരിക്കും നമുക്ക് അറിയണത്. പക്ഷെ അദ്ദേഹം ഒരു ഭയങ്കര സിംഗറാണ്, നമുക്ക് ഭയങ്കര സിംഗറാണ്, ഭയങ്കര മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കാൻ പറ്റി, ജാനകി അമ്മേനെ കൊണ്ട് പാടിക്കാൻ പറ്റി. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ സംഭവം ഇപ്പോഴും പെട്ടി തന്നെ കേട്ടോ. അത് പക്ഷെ നമ്മളൊക്കെ കുറച്ച് കേട്ടിട്ടുള്ളതുകൊണ്ട് അത് ചോദിക്കാതെ വിടാൻ തോന്നിയില്ല. സംഭവം പെട്ടിയിലാണ്, പുള്ളി ഇപ്പോഴും കാറിലിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അത് ശരിക്കും അതിന്റെ ഒരു ഔട്ടിങ്ങിന് ശരിക്കും പോസിബിലിറ്റി ഉള്ള ഒരു സാധനമാണല്ലോ, അത്രയും റേഞ്ച് ഉള്ള ഒരു. തീർച്ചയായിട്ടും ദൈവം സഹായിച്ച് കേട്ട ആൾക്കാർ മോശം പറഞ്ഞിട്ടില്ല. റാണി ചേച്ചിയും അതുകൊണ്ടാണ് ഇപ്പൊ ചോദിച്ചത്. അതെ, തീർച്ചയായിട്ടും ഓരോന്നിനും ഓരോ അതാണ് വിധി ഉണ്ടാവും. അത് എങ്ങനെ വേണം, എപ്പോ വരണം എന്നുള്ളതൊരു ഉണ്ടല്ലോ. അത് കേൾവിക്കാരന്റെയും കൂടെ ഒരു ഭാഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനും കൂടെ സമയമാവണം. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ഒരുപാട് നല്ലത് ഓൾറെഡി കേൾക്കാറുണ്ട്. അല്ല, ശരിക്കും അത് കേട്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഇതിപ്പോ എനിക്ക് മിഥുനോടുള്ള അടുപ്പം കൊണ്ടോ ഒന്നുമല്ല, ഞാൻ എന്താ പറയാ ആസ് എ ഡിഫറെന്റ് ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള പോലെ ഞാൻ പറയണത്. അതുപോലെ ക്ലാസിക്കലാണ് എനിക്ക് തോന്നുന്നു, കർണാട്ടിക്കാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഹിന്ദുസ്ഥാനിയോട് വല്ലാത്തൊരു അത് അങ്ങനെ ഒരു ഇല്ലേ, ഒരു ഇഷ്ടക്കൂടുതൽ എന്നല്ല, ഇഷ്ടമുണ്ട്. രണ്ടും ഒരു കൂടുതലല്ല എനിക്ക്. അതും ഈ ഗുരുനാഥൻ പറഞ്ഞ വഴിയാ. എല്ലാം നല്ലതാണ്. അപ്പം സമ്യക് ഗീതം ഇതി സംഗീതം, അതാണ് ഡെഫിനിഷൻ പറഞ്ഞത്. സമ്യക് എന്ന് പറഞ്ഞാൽ നല്ലത്, കേൾവിക്ക് നല്ലത്, കേൾക്കുമ്പോൾ നല്ലതെന്ന് തോന്നുന്നത് എന്താണോ അത് സംഗീതം. അതാ പറഞ്ഞു തന്നെ. അതുകൊണ്ടായിരിക്കാം അപ്പം എന്തും കേൾക്കാം, ആരുടെയും കേൾക്കുക, എല്ലാവരുടെയും കേൾക്കുക. അതാണ് കേൾക്കുക, പാടുക. ഇതാണ് പറഞ്ഞു തന്നിട്ടുള്ള വഴി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കേട്ട്, അപ്പം ഒരാൾക്ക് ചേട്ടാ ഇന്നത് കേട്ടോ, നീ ഇങ്ങരുടെ കേട്ടിട്ടുണ്ടോ, ഇങ്ങനെ അടിപൊളിയാണ്, അപ്പൊ ഇവരുടെ കേട്ടിട്ടുണ്ടോ, അപ്പൊ അങ്ങനെ കേട്ട് അങ്ങനെയാണ്. അല്ലാണ്ട് ഇന്നതേ കേൾക്കൂ അങ്ങനെയൊന്നുമില്ല, എല്ലാം കേൾക്കും. അല്ല, അതെന്താന്നറിയോ, വളരെ റെയർ ആണിത്. കാരണം പ്രത്യേകിച്ച് ക്ലാസിക്കൽ കർണാട്ടിക് പഠിച്ചിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ കർണാടകയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ എപ്പോഴും ഹിന്ദുസ്ഥാനി ഇങ്ങനെ ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞു തന്നെ കേട്ടിട്ടുണ്ട്, ഹിന്ദുസ്ഥാനി ഒരു സെക്കൻഡ് ലെവലാണ്, അത് അത്രയ്ക്ക് പോരാ. അങ്ങനെ സത്യമായിട്ടും പറഞ്ഞ ഒരു സിംഗർ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ മിഥുനെ കാണുമ്പോ എന്താന്ന് വെച്ചാൽ കർണാട്ടിക് പാടിയും ഞാൻ കേട്ടിട്ടുണ്ട്, ഗസൽസ് പാടിയും കേട്ടിട്ടുണ്ട്. അപ്പൊ രണ്ടും അത് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് എല്ലാ ടൈപ്പ് ഓഫ് സോങ്സിലും യു ആർ കംഫർട്ടബിൾ. അത് ഈ പറഞ്ഞ പോലെ പഠിപ്പിച്ചു തന്ന ആളുടെ കഴിവ് തന്നെയാണ്. പിന്നെ എല്ലാ വഴിയും ചൂസ് ചെയ്യാൻ നിനക്ക് ഈ ഒരു നമ്മൾ തന്നെ കാട് തെളിച്ച് നടന്നു പോയാലേ ആ ഒരു എക്സ്പീരിയൻസ് ശരിയാവുള്ളൂ എന്ന് പറയും. അപ്പം അതൊരു ഭയങ്കര ഫ്രീഡമായിരുന്നു, എന്ത് കേൾക്കാനും എന്ത് പാടാനും. ഇപ്പം പിങ്ക് ഫ്ലോയിഡ് കേട്ടാലും ഓക്കെ, അല്ലെങ്കിൽ ഗുലാം അലി സാബ് കേട്ടാലും MS അമ്മേനെ കേട്ടാലും എല്ലാം ഒരേ മനസ്സോടെ കേൾക്കാൻ പറ്റണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അല്ലാത്തപ്പോൾ ഇപ്പോൾ പാട്ടുകളിലേക്ക് കൂടുതൽ, ഇപ്പോൾ ഫിലിംസിന്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനത്തെ ശ്രമങ്ങൾ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി ആ രീതിയിലൊരു സീരിയസ്നെസ് അങ്ങനെ വന്നിട്ടുണ്ടോ? അപ്പോൾ അന്ന് നേരത്തെ റിയാലിറ്റി ഷോയിൽ പോയി, അന്ന് എന്തായിരുന്നു അതിന് തോന്നിയിട്ടുണ്ടാവുക? പെട്ടെന്ന് നമുക്കൊരു ഓപ്പണിംഗ് എന്ന് തന്നെ ആയിരിക്കുമോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഒരു എക്സ്പോഷർ എന്ന രീതിയിലായിരുന്നിരിക്കുമോ, അതോ ഒരു ആക്സിഡന്റൽ പ്ലഞ്ച് ആയിരുന്നു? ആക്സിഡന്റലായിരുന്നു. പിന്നെ അതിലേറ്റവും പാടാൻ എനിക്ക് ഏറ്റവും എൻ്റെ ഇൻസ്പിറേഷൻ അമ്മയാണ്, വീട്ടിലൊരു. അപ്പം എപ്പോഴും അറിയാലോ, നമ്മളെ ഫേസ് എപ്പോഴും ടി-വിയിൽ കണ്ടോണ്ടിരിക്കാൻ എല്ലാവർക്കും ഭയങ്കര, ഫാമിലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം എപ്പോഴും കാണണം. ഇപ്പോഴും നമ്മളിപ്പോ നാട്ടിൽ പോയാൽ ഒന്നുമില്ല ഇപ്പൊ ടി-വിയിലെന്ന് ചോദിക്കും ആൾക്കാര്. അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ വേറെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതല്ല, പക്ഷെ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അതാണ് മെയിൻ കാര്യം. പിന്നെ റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാം ചേച്ചി, നമ്മളെ അറിയാത്ത
കണ്ടിട്ടില്ലാത്ത നമ്മൾ കേട്ടിട്ടില്ലാത്ത ആൾക്കാർ നമുക്ക് വേണ്ടി ടീച്ചറാവാൻ നന്നായിട്ട് പാടണേ, നന്നായിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന അതിൽ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. നമുക്ക് ഏതെങ്കിലും അറിയാത്തൊരു നാട്ടിൽ പോയിട്ട് അറിയാത്തൊരു വീട്ടിൽ പോകുമ്പോൾ നീയല്ലേ വാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം അത് ഭയങ്കരമാണ്. നമുക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു കലാകാരന് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതൊന്ന് രുചിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. തീർച്ചയായും. അപ്പൊ ശരിക്കും അതല്ലാത്ത സമയത്ത് ഇപ്പം തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ അതാ ഇങ്ങനെ ഫിലിംസ് പാടുന്നതിന്റെ ഫ്രീക്വൻസിയും എണ്ണവും കൂടി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലും കൂടുമായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും അല്ലാത്ത സമയങ്ങളിൽ ഈ പാട്ടിന്റെ വഴിയിൽ എങ്ങനെയായിരിക്കും ഹൗ വിൽ ബി യുവർ ട്രാവൽ? ആ യാത്ര എങ്ങനെയായിരിക്കും? ഞാൻ എന്റെ മുമ്പിൽ വരുന്ന ഒന്നും വേണ്ടെന്ന് പറയില്ല. ഞാൻ എന്റെ മുമ്പിൽ വരുന്നത് അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഒരാൾ ഇത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും പെട്ടെന്ന് നോ എന്ന് പറയാനൊരു ഭയങ്കര ചമ്മലാണ്. അപ്പം അതാണ് ഇപ്പൊ രാജമണി സാർ വന്ന് പ്രോഗ്രാം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ പോയത്. അപ്പൊ ഒരു വിഷയം സാറിന്റെ ഇപ്പൊ ലാസ്റ്റ് ചെയ്തിരുന്ന ഇതിലൊക്കെ പാർട്ടായിരുന്നു. സത്യത്തില് സാറ് അതൊരു ഭയങ്കര ഷോക്കാണ് ഇപ്പോഴും. പോണേനൊരാഴ്ച അന്ന് രാവിലെ സാറ് വിളിച്ചിട്ട് ഒരു 4 പാട്ട്, ഒരു ഡിവോഷണൽ അല്ല, 4 ലൈറ്റ് മ്യൂസിക് 4 പാട്ടുകൾ സാർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പോസ് ചെയ്തിട്ട് വെച്ചിട്ട് നൊട്ടേഷൻ എഴുതിയെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് പോയ സമയത്താണ് അച്ഛൻ്റെ ചേട്ടൻ മരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ മരിച്ചിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. എടാ എനിക്കിത് പെട്ടെന്ന് തീർക്കണം, ഒരു കാര്യം ചെയ്യാം, ഞാൻ വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. നൊട്ടേഷൻ കംപ്ലീറ്റ് ഫുൾ വോയിസ് ക്ലിപ്പായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വിശാൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്, വിശാൽ സാറിൻ്റെ അടുത്ത് നിന്ന് അയച്ചു തന്നു. എന്നിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ തേജ് സാറാണ് ആദ്യം എന്നെ പാടിക്കുന്ന ഒരു പടം, മഹാരാജ ടാക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അതാണ് ഫസ്റ്റ് മൂവി. അതാണ് സാർ ആദ്യമായിട്ട് അല്ല, ഗോപിച്ചേട്ടനും ആദ്യം പാടിയത് സലാല, ഫസ്റ്റ് മൂവി മഹാരാജ ടാക്കീസ്. അത് കഴിഞ്ഞിട്ട് ജാസി സാർ ഒരു പാട്ട് തന്നു, അത് അച്ഛന്റെ ആൺമക്കൾ എന്ന് പറഞ്ഞിട്ടൊരു പടം. അത് പിന്നെ ചേകവർ, പൈസ പൈസ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മൂവീസിൽ രാഹുൽ രാജ് സാർ പാടിച്ചു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് മൂവി അല്ല സലാല മൊബൈൽസ്, ഫസ്റ്റ് പാടിക്കുന്നത് തേജ് അല്ല. അത് കഴിഞ്ഞിട്ട് അപ്പൊ സാറ് പറഞ്ഞോടാ നമ്മുടെ മണിയേട്ടൻ പോയി. സാർ എന്താ പറയണേ? ഞാൻ സാറിന്റെ വോയിസ് കേട്ടോണ്ടിരിക്കുകയാണ്, രാജമണി സാറിന്റെ വോയിസ്. കാരണം സാറിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജി മേനർ അത് സസ്റ്റെയിൻ ചെയ്യുക ഓൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാറ് പറയാ ഇന്ന് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് വോയിസിനോട് സാറിന്റെ വോയിസ് കേട്ടോണ്ട് ഞാൻ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ സാർ ഞാൻ ഇന്നിപ്പോ രാവിലെ സാറ് വിളിച്ചിട്ടുള്ളൂ, നാളെ രാവിലെ വരും എന്ന് പറഞ്ഞില്ലേ എന്നോട്. നീ TV വെക്കടാന്ന് പറഞ്ഞു. ഭയങ്കര കാര്യം. പിന്നെ എനിക്കൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു, ഒരു ഭയങ്കര ഷോക്ക്, ഒരു ഭയങ്കര പ്രൊട്ടക്റ്റിംഗ് ആയിരുന്നു. രാജമണി സാറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്രയും എനിക്ക് തോന്നുന്നു നൗഷാദ് സാറിന്റെ മുതൽ എല്ലാവരുടെയും കൂടെയും വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ. അപ്പൊ സാറിന്റെ അടുത്ത് പോയിട്ടൊരു എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റുക പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഓരോരുത്തരും എന്നോട് ഭയങ്കര ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതൊരു പക്ഷെ അദ്ദേഹം കറക്റ്റായിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് പോയതാണെന്ന് എടുക്കണം. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അതിനെ എടുക്കണം. തീർച്ചയായിട്ടും അത് ഇന്നത് പഠിക്കണം എന്നുള്ളത് അത് ഒരു നിയോഗമാണ്. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കട്ടെ. പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാവുമ്പോ, സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാവുമ്പോ സംസാരിച്ച് എത്രയായാലും തീരില്ല അല്ലെ, കേട്ട് നമുക്കും മതിയാവില്ല. പക്ഷെ നമ്മുടെ ഒരു സമയപരിമിതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മളെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട്. ഏകദേശം നമ്മളത് ക്ലോസ് ടു ദ എപ്പിസോഡ് ആയി തുടങ്ങി. അപ്പൊ എന്തായാലും കുടുംബത്തെ കുറിച്ചുകൂടി പറഞ്ഞിട്ട് ഇന്നത്തെ പ്രത്യേകത അറിയോ മിഥുന്? ഇന്ന് ശിവരാത്രി അല്ലേ? അപ്പൊ അതുകൊണ്ട് ശിവന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിഥുന് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഒരു ഇതും കൂടി പാടി നമുക്ക് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. ഗുരുനാഥന്റെ ഒരു 4 വരി പാടാം. അദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു കൃതി. ആയിക്കോട്ടെ. അതിനു മുമ്പ് കുടുംബത്തെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു. കുടുംബം, അച്ഛൻ മരിച്ചു 10 വർഷമായി, അമ്മ, ഭാര്യ, മോള്, ഇത്രയാണ്. ഗുരുനാഥനെ ഓർപ്പിച്ചുകൊണ്ട് മോളുടെ പേര് ദക്ഷിണ, അമ്മ അസലായിട്ട് എഴുതും, ഭാര്യ അസലായിട്ട് പാടും, ഇന്ദു. അത്രയും കൂടെ പറയണ്ടേ? അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പാട്ടിലേക്ക് പോവാം. ചന്ദ്രചൂഡദയാപര ചന്ദ്രചൂഡദയാപര ഷൺമുഖപ്രിയ ശങ്കര ചന്ദ്രചൂഡദയാപര ഷൺമുഖപ്രിയ
ഷൺമുഖപ്രിയ ശങ്കര ആനന്ദ താണ്ഡവശേഖര ആനന്ദ താണ്ഡവശേഖര ശിവപാർവതി മനോഹര ചന്ദ്ര ചൂടദയാപര ഷൺമുഖപ്രിയ ശങ്കര. ശിവരാത്രി ദിവസമായിട്ട് ഇതിലും നല്ലൊരു സമ്മാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഇനി കിട്ടാനില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇപ്പൊ പറഞ്ഞ സംഗീത സംവിധായകർക്കും അതിൽ കൂടുതൽ സംഗീത സംവിധായകരുടെയും പാട്ടുകൾക്ക് ചേരുന്ന ഒരു ശബ്ദമായി കൂടുതൽ കേൾക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. അതോടൊപ്പം പ്രോഗ്രാമിങ്ങിൽ ഉപരി ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടും കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. അതുകൊണ്ട് പാട്ട് പോകുന്നില്ല, കുറെ പാടിയതിനു ശേഷം മ്യൂസിക് ചെയ്താൽ മതി. എന്തായാലും എല്ലാ നന്മകളും ഉള്ള ഒരു കാലായിരിക്കട്ടെ ഇനി വരുന്നതെന്ന് വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ദിവസം ഇവിടെ വന്നതിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വിശേഷം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പേഴ്സണലി അടുപ്പുള്ള റാണി ചേച്ചിയോടെയും ടോജേട്ടൻ്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട് ഒരു ചാറ്റ്, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് അടുപ്പുള്ള ആൾക്കാരോട് അവിടെ ഒരുപാട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് കൂടെ എനിക്കറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് സംസാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒത്തിരി സന്തോഷം നല്ലൊരു ദിവസത്തിൽ നിങ്ങളുടെ കൂടെ വരാനും സംസാരിക്കാനും പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശിവരാത്രി ആശംസിച്ചുകൊണ്ട് വെള്ളി നക്ഷത്രങ്ങളുടെ ഈ എപ്പിസോഡ് ഇന്നിവിടെ തീരുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.